നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് തിങ്കളാഴ്ചയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട്. 2025 എല്ലാ മത്സര പരീക്ഷയും ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്കണോമിക്സിൻ്റെ വർക്കൗട്ട് ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലാസ്സിൻ്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. നമുക്ക് എല്ലാവർക്കും അറിയാം, മത്സര പരീക്ഷയിൽ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് വളരെയേറെ നിർണായകമായ ഒരു സാഹചര്യമാണ് 2025 കാണാൻ പറ്റുന്നത്. കാരണം ഇക്കഴിഞ്ഞ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ 3ാം ഘട്ട പരീക്ഷയിൽ പോലും സിലബസിൽ ഈ പറയുന്ന എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസിൽ ഇല്ലായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഒരു ചോദ്യം ഈ പറയുന്ന എക്കണോമിക്സിൽ നിന്ന് ചോദ്യമായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ പറയുന്ന എല്ലാ മത്സര പരീക്ഷയ്ക്കും ഗുണകരമാകുന്ന രീതിയിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു വർക്കൗട്ട് ക്ലാസ് ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്കറിയാം, മത്സര പരീക്ഷയിൽ ഈ പറഞ്ഞ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം NCERT ആണ് കവർ ചെയ്യേണ്ടത്. NCERTയിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ഈ 5 മാർക്ക് നമുക്കറിയാം 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് മാത്രമല്ല 10th ലെവൽ മെയിൻ പരീക്ഷയ്ക്കും സെയിൽസ് അസിസ്റ്റന്റ് തുടങ്ങിയിട്ടുള്ള മത്സര പരീക്ഷയ്ക്കും ഗുണകരമാകുമ്പം ഇതേ സിലബസ് തന്നെ ഇവിടെയുണ്ട്. ഈ പറഞ്ഞ ഡിഗ്രി നിലവാരത്തിൽ അല്ലെങ്കിൽ +1 +2 നിലവാരത്തിലുള്ള മത്സര പരീക്ഷയിലും ചോദ്യമായി വരാറുണ്ട്. ആദ്യം തന്നെ മത്സര പരീക്ഷയിൽ ന്യൂജൻ ചോദ്യം തന്നെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുകയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? മിക്ക ഉദ്യോഗാർത്ഥികളുടെ ഒരു ധാരണ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡെപ്ത് കണ്ടന്റ് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്, അതിൽ പഠിച്ചാൽ മാർക്ക് കിട്ടത്തില്ല എന്നൊക്കെയാണ് തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ ഇതിലെ കുറച്ച് ബേസ് മനസ്സിലാക്കിയാൽ ഈസിയായി നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ മത്സര പരീക്ഷയിലും എത്ര മാർക്ക് ചോദിക്കുന്നോ അത്രയും മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ലോജിക്ക് ആദ്യം പറയൂ. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് പ്ലൂട്ടോളജി അല്ലെങ്കിൽ അഫ്നോളജി. ഒരു പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവന ഏതെന്നാണ് നമ്മൾ ചോദ്യം. അപ്പൊ താഴെ പറയുന്ന പ്രസ്താവന ആദ്യം പരിശോധിക്കാം. ഒന്നാമത്തെ വസ്തുത, സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് പ്ലൂട്ടോളജി അല്ലെങ്കിൽ അഫ്നോളജി. അപ്പൊ ചില ആളുകളെങ്കിലും കരുതും ഈ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്പത്തിന്റെ ശാസ്ത്രമല്ലയോ? ആണ്. പക്ഷേ അങ്ങനെ സാമ്പത്തിക ശാസ്ത്രത്തെ സമ്പത്തിന്റെ ശാസ്ത്രമെന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ സമ്പത്തിന്റെ ശാസ്ത്രമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് ആഡം സ്മിത്ത് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് വേണ്ട കണ്ടന്റിലേക്ക് വരുന്നു. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം പ്ലൂട്ടോളജി അല്ലെങ്കിൽ അഫ്നോളജി ആണ്. പ്ലൂട്ടോളജി അല്ലെങ്കിൽ അഫ്നോളജി. അപ്പൊ ഒരു വാക്ക് അവിടെ ചോദിക്കും. പ്ലൂട്ടോക്രസി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മൾ അരിസ്റ്റോക്രസി പഠിക്കും, ഡെമോക്രസി നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പം ആ കണ്ടന്റുകളൊക്കെ പഠിക്കും. അപ്പൊ പ്ലൂട്ടോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? റൂൾ ഓഫ് റിച്ച്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൂൾ ഓഫ് റിച്ച് ആണ് എന്ത്? ഈ പറയുന്ന പ്ലൂട്ടോക്രസി. ഒന്നുമില്ല, സമ്പന്നരുടെ ഭരണത്തെ അറിയപ്പെടുന്ന പേരാണെന്ത്? പ്ലൂട്ടോക്രസി. വേറെ ഒന്നുമില്ല. ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും ധാരാളം സമ്പത്തുണ്ട് കയ്യിൽ. ഈ കേരളം തന്നെ അല്ലെങ്കിൽ ഇന്ത്യ തന്നെ വിലക്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ കോടികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളാണ് ഈ രാജ്യത്തെ ഭരിക്കുന്നതെങ്കിൽ, ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? പ്ലൂട്ടോക്രസി എന്ന് പറയുന്നത്. ഇവിടെ പ്ലൂട്ടോളജി അല്ലെങ്കിൽ അഫ്നോളജി എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പറയുന്ന സാമ്പത്തിക ശാസ്ത്രം എന്ന എക്കണോമിക്സിനെ 2 ശാഖകളായി 2 ബ്രാഞ്ചായി തരംതിരിക്കുന്നുണ്ട്. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മലയാളത്തിൽ പഠിക്കുമ്പം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമെന്നും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമെന്നും 2 ശാഖകളായി തരംതിരിക്കുന്നു. അതും ശരിയാണ്. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഓപ്ഷൻ 3ാമത്തെ പ്രസ്താവന നോക്കിയേ. ദ ഇൻവിസിബിൾ ഹാൻഡ്. നമുക്കറിയാം, അദൃശ്യകരം എന്ന് പറയുന്ന വാക്ക് മുന്നോട്ട് വെച്ചത് ആഡം സ്മിത്ത് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യകാലത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ അറിയപ്പെടുന്ന പേര് ക്ലാസിക്കൽ എക്കണോമിക്സ് എന്നായിരുന്നു. അവർ പറഞ്ഞത് ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെയർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നാണ് പറയുന്നത്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെടുന്ന സ്ഥലത്തെ അറിയപ്പെടുന്ന പേരാണ് മാർക്കറ്റ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പം കമ്പോളം, അതും അല്ലെങ്കിൽ ചന്ത എന്ന് പറയും. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഇപ്പൊ നിങ്ങളുടെ ഈ ക്ലാസ് കാണുന്ന നിങ്ങളിൽ ഓരോരുത്തരുടെയും കയ്യിലേക്ക് ഒരു പേന തരികയാണ്. നിങ്ങൾ ആ പേനയ്ക്ക് തുല്യമായി ഒരു 5 രൂപ എനിക്ക് തന്നു എന്നിരിക്കട്ടെ. എന്തായി? മാർക്കറ്റായി. ഇതാണ് മാർക്കറ്റ് അല്ലെങ്കിൽ കമ്പോളം അല്ലെങ്കിൽ ചന്ത എന്ന് പറയുന്നത്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. സമ്മതിച്ചു, അവിടെ ഒരു പ്ലേസ് വരണം. അപ്പൊ മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെയർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ്
ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നാ പറയുന്നത്. അങ്ങോട്ടൊന്നും നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് ഇതാണ്. ദ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന മാർക്കറ്റിൽ, ഈ പറയുന്ന ഒരു രാജ്യത്ത് ഒരു മാർക്കറ്റ് ഉണ്ട്, നമ്മുടെ പ്രദേശത്ത് ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെ വിലക്കയറ്റം ഉണ്ടാവുന്നു. വിലക്കയറ്റം എന്താണ്, വില ചുരുക്കം എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തോളാം. ഇങ്ങനത്തുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് സോൾവ് ആയിക്കോളും എന്ന് പറയുന്ന ആ സിദ്ധാന്തംക്കാരെ അറിയപ്പെടുന്ന പേരാണ് ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറയും, ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രജ്ഞർ. അപ്പൊ അവര് പറഞ്ഞത് ഇതാണ്, ഒരു ഓട്ടോമാറ്റിക്കായി ഒരു ഇൻവിസിബിൾ ഹാൻഡ് എപ്പോഴും മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു അദൃശ്യകരം. ആ അദൃശ്യകരത്തിന്റെ പവറിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന എന്തൊക്കെ ഉണ്ടാവുന്നത്, ഏതെങ്കിലും സാമ്പത്തിക പ്രശ്നം ഉണ്ടായാൽ അത് സോൾവ് ആകുന്നത് എന്നാണ് അവർ വിശ്വസിച്ചത്. അങ്ങനെ ദ ഇൻവിസിബിൾ ഹാൻഡ് അല്ലെങ്കിൽ അദൃശ്യകരം എന്ന വാക്ക് മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ പേര് ആഡം സ്മിത്ത് എന്നാണ്. സ്കോട്ട്ലൻഡ് തത്വചിന്തകനായിട്ടുള്ള വ്യക്തിത്വമാണ് ഈ പറയുന്ന ആഡം സ്മിത്ത്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവെന്ന. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നേ. ഗ്രഹഭരണം എന്നർത്ഥമുള്ള ഓയിക്കണോമിയ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന വാക്കിന്റെ ഉത്ഭവം. തെറ്റാ. ഗ്രഹഭരണം ശരിയാ, ഗ്രഹഭരണം എന്നർത്ഥമുള്ള ഓയിക്കണോമിയ അതും വരെ ശരിയാ, പക്ഷെ ലാറ്റിൻ പദമല്ല. ഗ്രഹഭരണം എന്നർത്ഥമുള്ള ഓയിക്കണോമി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന വാക്ക് ഉത്ഭവിച്ചത്. അപ്പൊ 4 പ്രസ്താവന നമ്മൾ പറഞ്ഞു. ഒന്നിനെ നമ്മൾ തിരുത്തി പഠിച്ചു. എങ്ങനെയാ? ഗ്രഹഭരണം എന്നർത്ഥമുള്ള ഓയിക്കണോമി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് തന്നെ ഈ ക്ലാസ് കണ്ടല്ലോ, ക്ലാസ് കണ്ട് തീർക്കുന്ന സമയത്ത് തന്നെ NCERT-യിലെ എക്കണോമിക്സിലെ 2 ചാപ്റ്റർ എടുത്ത് നോക്കണം. +1-ലെയും +2-ലെയും 2 ചാപ്റ്റർ എടുത്ത് വായിക്കുമ്പം നിങ്ങൾക്ക് ഇതിന് ഡീറ്റെയിൽസ് കിട്ടും. ഒന്നുമില്ല, നമ്മൾ ആ പുസ്തകത്തിൽ NCERT സ്കൂൾ ടെക്സ്റ്റിലുള്ള മുഴുവൻ കണ്ടന്റും അങ്ങോട്ട് പറഞ്ഞു തരുവാണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, പ്ലൂട്ടോളജി അല്ലെങ്കിൽ അഫ്നോളജി. അപ്പൊ സാമ്പത്തിക ആളുകൾ അല്ലെങ്കിൽ സമ്പത്തുള്ളവര് ഭരിക്കുന്നതിനെ അറിയപ്പെടുന്ന പേരെന്താ? അത് പ്ലൂട്ടോക്രസി എന്നാണ്. സാമ്പത്തിക ശാസ്ത്രത്തെ 2ആയി തരംതിരിക്കുന്നു. മൈക്രോ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മാക്രോ എന്ന് പറഞ്ഞാൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് 2 ശാഖകളായി തരംതിരിക്കുന്നു. ഈ 2 വാക്ക് കൊണ്ടുവന്ന വ്യക്തിയുണ്ട്, റാഗ്നർ ഫ്രിഷ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മൈക്രോ എന്നും മാക്രോ എന്നും പറഞ്ഞ 2 വാക്ക് കൊണ്ടുവരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയാം. ദ ഇൻവിസിബിൾ ഹാൻഡ് എന്ന വാക്ക് മുന്നോട്ട് വെച്ചത് ആരാണ്? അത് ആഡം സ്മിത്ത് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രഹഭരണം എന്നർത്ഥമുള്ള ഓയിക്കണോമി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിൽ ഏറ്റവും ഡി ഓപ്ഷനാണ് തെറ്റ്. ഗ്രഹഭരണം എന്നർത്ഥമുള്ള ഓയിക്കണോമി എന്ന ലാറ്റിൻ പദത്തിൽ നിന്നല്ല, ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എന്തുണ്ടായത്? എക്കണോമിക്സ് എന്ന വാക്കിന്റെ ഉത്ഭവം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഗ്രഹഭരണം എന്നർത്ഥമുള്ള ഓയിക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന വാക്കിന്റെ ഉത്ഭവം. ഇനി ഈ ഒരു ഏരിയ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സ്കൂൾ ടെക്സ്റ്റിൽ NCERT സ്കൂൾ ടെക്സ്റ്റ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുകയാണെങ്കിൽ, ഇന്ന് തന്നെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ കാണും ഒരു ബോക്സിൽ കുറച്ച് കണ്ടന്റ് കൊടുത്തേപ്പോണ്ട് ആഡം സ്മിത്തിനെ പറ്റി. ആഡം സ്മിത്തിന്റെ പ്രത്യേകത, അദ്ദേഹം സ്കോട്ട്ലൻഡ് തത്വചിന്തകനാണ്. ആര്? ഈ പറഞ്ഞ ആഡം സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തി. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ആഡം സ്മിത്തിനെയാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. ഈ ആഡം സ്മിത്ത് കൊണ്ടുവന്നൊരു സിദ്ധാന്തമുണ്ട്, ലെയ്സസ് ഫെയർ എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. അലൗ ടു ഡു എന്നാണ് ഈ ലെയ്സസ് ഫെയർ എന്ന് പറയുന്ന സിദ്ധാന്തത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു വാക്കിന്റെ മീനിങ് എന്താണെന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ലെയ്സസ് ഫെയർ എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് ആഡം സ്മിത്ത് ആണ്. ഓക്കെ, ഈ പറയുന്ന ആഡം സ്മിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്ത് 1776 വർഷം ഇമ്പോർട്ടന്റ്. മിക്ക മത്സര പരീക്ഷയിലും ഇപ്പൊ ചോദിക്കുന്ന ഒരു വർഷമാണ് 1776. വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഈ പറയുന്ന ആഡം സ്മിത്ത് ആണ്. ഈ വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആഡം സ്മിത്ത്. ഒരു ചോദ്യം കൂടെ നിങ്ങൾ പഠിക്കണം, വെൽത്ത് ഡെഫിനിഷന്റെ ഉപജ്ഞാതാവ്. വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം എഴുതി വെൽത്ത് ഡെഫിനിഷന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാലും ഉത്തരം ആര് തന്നെ? ഈ പറയുന്ന ആഡം സ്മിത്ത് തന്നെ. അപ്പൊ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, വെൽഫെയർ എക്കണോമിക്സ് ഉണ്ട്, വെൽഫെയർ എക്കണോമിക്സിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ആൽഫ്രഡ് മാർഷൽ. വെൽത്ത് ഡെഫിനിഷൻ ഉപജ്ഞാതാവ് ആരും ചോദിച്ചാൽ അതിനുത്തരം ആഡം സ്മിത്ത്. അതുകൂടി ഒന്ന് ഓർത്തുവെക്ക്. ഇനി ആഡം സ്മിത്ത് പറഞ്ഞതാണ്, സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞത് ഈ പറയുന്ന ആഡം സ്മിത്ത് ആണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്?
അത് ആഡം സ്മിത്ത് ആണ്. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അപ്പൊ നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്ക് നിങ്ങൾ ഓർത്തു വെക്കണം. ഞാൻ ആദ്യം പറഞ്ഞത് മൈക്രോ എക്കണോമിക്സ്, രണ്ടാമത്തത് മാക്രോ എക്കണോമിക്സ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം. പറഞ്ഞല്ലോ, NCERT-യിൽ ഓരോ ചാപ്റ്ററും ഓരോ ദിവസം നമ്മൾ എടുത്തു പോവുക. നമ്മുടെ മത്സര പരീക്ഷയ്ക്ക് മുമ്പ് NCERT മൊത്തവും കവർ ചെയ്യും. ഈ പറയുന്ന എക്കണോമിക്സിൽ NCERT മാത്രമല്ല നമ്മൾ കവർ ചെയ്യുന്ന PYQ ഡിസ്കസ് ചെയ്യും. PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? ബേസ് മൊത്തവും നിങ്ങൾ പഠിച്ചു വെക്കണം. അതിന്റെ പുറത്താണ് നമ്മൾ ഈ NCERT കൂടി ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞതാരാ? അത് ആഡം സ്മിത്ത് ആണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണേ. ഏതാണ്ട് എക്കണോമിക്സ് നാഷണൽ ഇൻകം എന്നറിയപ്പെടുന്ന ഏരിയ നിങ്ങളുടെ ഡിഗ്രി പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതാ. പെർ ക്യാപിറ്റ ഇൻകം എന്നറിയപ്പെടുന്ന കണ്ടന്റ് ഒന്നുമില്ല. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ മുഴുവൻ വരുമാനമാണ് നാഷണൽ ഇൻകം. ഒരു രാജ്യത്ത് ഓരോ വ്യക്തിയുടെയും വരുമാനം പറയുവാണെങ്കിൽ അതാണ് പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയും, ആളോഹരി വരുമാനം എന്ന് പറയും. പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വളരെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ്. പിന്നെ എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അങ്ങനെ കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ. അതിൽ ഫിസ്ക്കൽ പോളിസി പഠിക്കണം. അതിൽ നിന്നാണ് ഇക്കഴിഞ്ഞ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ഒരു ചോദ്യം വന്നേക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി പഠിക്കണം, അതിന്റെ ഫംഗ്ഷൻ പഠിക്കണം, പ്രധാനപ്പെട്ട പ്രൊട്ടക്ഷൻ റൈറ്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ് ഒക്കെ പഠിക്കണം, ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. ഇതൊക്കെ SCERT കവർ ചെയ്യുമ്പോൾ തന്നെ ഒരു 2-3 മാർക്കിന്റെ ബേസായി ആ SCERT കൂടെ കവർ ചെയ്ത് നമ്മൾ പോകും. ഇപ്പം നിലവിൽ നമ്മൾ NCERT ആദ്യം അങ്ങ് പ്രയോറിറ്റി കൊടുത്ത് അങ്ങ് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പറഞ്ഞല്ലോ ഇന്ന് വർക്കൗട്ട് ബാച്ചിലെ പ്രധാനപ്പെട്ട എക്കണോമിക്സിന്റെ ക്ലാസ് ആണ്. വർക്കൗട്ട് ബാച്ച് സെക്രട്ടേറിയറ്റ് അസെന്റ് സെയിൽസ്മാൻ 2025, 10th ലെവൽ മെയിൻസ്, സല്യൂട്ട് 2025 ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ വർക്കൗട്ട് ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വീണ്ടും ആവർത്തിക്കുന്നു, ആരെ അടിച്ചേൽപ്പിക്കുന്നില്ല. വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന 9072728242 നമ്പറിൽ എന്ത് ചെയ്യുക? വാട്സ്ആപ്പ് മെസ്സേജ് ഇടുക. വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ ഏത് വർക്കൗട്ടിലാണോ തുടങ്ങാൻ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കണം, വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. അപ്പൊ നമ്മൾ അടുത്ത ബാക്കി കണ്ടന്റിലേക്ക് വരുക. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന എക്കണോമിക്സിനെ എത്രയായി തരംതിരിക്കുന്നു? പ്രധാനമായും 2 ശാഖകളായി തരംതിരിക്കുന്നു. ഒന്ന് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സ്. വീണ്ടും ആവർത്തിക്കുന്നു, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സ്. നമ്മൾ പഠിക്കും മൈക്രോസ്കോപ്പ് എന്നൊക്കെ പറയത്തില്ലേ? എന്തോ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളെ വലുതാക്കി കാണിക്കുന്നതല്ലയോ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്? അതേ മോഡൽ അങ്ങ് ഓർത്തു വെച്ചാൽ മതി. സൂക്ഷ്മമാ മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്ന പേരാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ഇപ്പൊ എന്നെ പറ്റി മാത്രം, എന്റെ വരുമാനം, നിങ്ങളുടെ വരുമാനം. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാളുണ്ട്, അച്ഛന് വരുമാനമുണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് വരുമാനമുണ്ട്. അപ്പൊ നമ്മുടെ വീട് ഒരു 10 വീടുള്ളതാണ് നമ്മുടെ രാജ്യം. എൻ്റെ വീട് ഉൾപ്പെടെ നിങ്ങളുടെ വീട് ഉൾപ്പെടെ ഒരു 100 വീടുകളാണ് ഇന്ത്യ എന്നിരിക്കട്ടെ. എങ്കിൽ അതിനകത്ത് ഓരോ വീടുകളെയും പറ്റി പഠിക്കുമ്പം അതാണ് എന്ത്? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. എല്ലാ വീടുകളെ പറ്റി പഠിക്കുമ്പോഴോ അത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമല്ല. അപ്പോൾ ഓരോ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്ന പേരാണെന്ത്? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഒരു വ്യക്തിയുടെ വരുമാനം, ഇപ്പൊ എന്റെ വരുമാനം, നിങ്ങളുടെ വരുമാനം, ഇതൊക്കെ എന്തിനകത്ത് വരും? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ വരത്തില്ലയോ? അപ്പൊ ഞാൻ അതിന് ഓപ്പോസിറ്റ് എന്തുവാ? രാജ്യത്തിന്റെ മൊത്തം വരുമാനം. ഈ രാജ്യത്തെ മൊത്തം വരുമാനം എന്ന് വെച്ചാൽ ദേശീയ വരുമാനം എന്താണ്? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. ഒരു വ്യക്തിയുടെ സേവിങ്സ്, ഒരു വ്യക്തിയുടെ എന്താണ് സേവിങ്സ്, നമ്മൾ പറയും സമ്പാദ്യം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നിക്ഷേപ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഒരു വ്യക്തിയെ പറ്റി പറയുമ്പം അത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് 28 സംസ്ഥാനങ്ങളുണ്ട്. ഈ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തെ പറ്റി പറയുവാണ്, ഒരു സംസ്ഥാനത്തിന്റെ കാര്യം മാത്രം പറയുവാണെങ്കിൽ അതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളെ പറ്റി പറയുമ്പം അതാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. പറഞ്ഞ മനസ്സിലായോ? ഇനിയും മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയുക, ഏതെങ്കിലും വാക്കിന്റെ ഫ്രണ്ടിൽ ആകെ, ഗ്രോസ്, ടോട്ടല് ഒക്കെ ഉണ്ടെന്ന് നോക്കണം. ഗ്രോസ്, സമ്മ്, ടോട്ടല്, അഗ്രഗേറ്റ്, മൊത്തം എന്നീ വാക്കുകൾ ഉണ്ടെങ്കിൽ അതെപ്പോഴും ഇതിനകത്ത് വരും? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ വരും. പറയും മൊത്തം നിക്ഷേപം എന്ന് വെച്ചാൽ ആകെ നിക്ഷേപം, അഗ്രഗേറ്റ് അതാ പറയുന്നത്. ആകെ തുക നമ്മൾ പറയുന്നത് ആകെ, അപ്പൊ അഗ്രഗേറ്റ്, സമ്മ്, ടോട്ടല് ഇങ്ങനെയൊക്കെ വന്നാൽ, ഗ്രോസ് ഇങ്ങനെയൊക്കെ വന്നാൽ അത് ഇതിനകത്ത് വരും? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ വരും. അപ്പൊ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ്. നമ്മൾ NCERT-യുടെ PYQ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളാം. ഇനി ഈ പറയുന്ന മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മറ്റൊരു പേരാണ് വില സിദ്ധാന്തം അല്ലെങ്കിൽ
പ്രൈസ് തിയറി എന്ന് പറയും. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? വില സിദ്ധാന്തം. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, എക്കണോമിക്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഇതിന്റെ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാണ്. കുറച്ച് കണ്ടന്റ് ഉണ്ട്. ഇപ്പൊ പണപ്പെരുപ്പം, പണച്ചുരുക്കം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിക്കത്തില്ലേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ അധ്യക്ഷൻ അല്ലെങ്കിൽ നിലവിലെ ചെയർമാൻ, അങ്ങനത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ, അങ്ങനത്തെ ഉള്ള കണ്ടന്റുകളൊക്കെ നിങ്ങൾ GK പോലെ അങ്ങ് പഠിച്ചു പോകും. പിന്നെ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കുറച്ച് കണ്ടന്റ് കൂടെ ഉണ്ട്. മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, അങ്ങനെ കുറച്ച് കണ്ടന്റ് വരുമ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി മാത്രം പഠിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, അല്ലെങ്കിൽ അതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് മൈക്രോ എക്കണോമിക്സ് എന്നാണ്. ഇതിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, വില സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അത് ആൽഫ്രഡ് മാർഷൽ. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, മൈക്രോ എന്നും മാക്രോ എന്നും പറയുന്ന രണ്ട് ഗ്രീക്ക് വാക്ക് കൊണ്ടുവന്നത്, വേർഡ് മൈക്രോ ആൻഡ് മാക്രോ കോയിൻഡ് ബൈ റാഗ്നർ ഫ്രിഷ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുക്കും, അതൊന്ന് ഓർത്തു വെക്കണം. ഇനി സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നാ പറയുന്നത്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മറ്റൊരു പേരാ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ആകെയുള്ള പഠനത്തിന്റെ പേരാണ്. നമ്മൾ പറഞ്ഞല്ലോ ടോട്ടൽ, അഗ്രഗേറ്റ്, സമ്മ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ആകെയുള്ള പഠനത്തിന്റെ പേരാണ് എന്താണ്? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഈ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മറ്റൊരു പേരാണെന്ത്? അഗ്രഗേറ്റ് എക്കണോമിക്സ്. ഈ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JM കെയ്ൻസ് ആണ്. ഈ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെ രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. പൊതു സിദ്ധാന്തം, പൊതു, നമ്മൾ പറഞ്ഞു ജനറൽ, അല്ലേ? നോക്കൂ, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഇന്ത്യയിൽ ഒരു ജനറൽ കോഡ് ഉണ്ട്, ഇന്ത്യയിൽ ഒരു ജനറൽ പോളിസി ഉണ്ട്, ഇന്ത്യക്ക് ഒരു ജനറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പൊതുവായതുള്ളതല്ലയോ? എന്ന് വെച്ചാൽ എന്തുവാ? പൊതുവായ, മനുഷ്യന്റെ പൊതുവായ, ഇന്ത്യക്കാരുടെ പൊതുവായ എന്നൊക്കെ പറഞ്ഞാൽ മൊത്തത്തിലല്ലയോ പറയുന്നേ? അപ്പം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മറ്റൊരു പേരെന്തുവാ? പൊതു സിദ്ധാന്തം. ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇൻകം തിയറി എന്നറിയപ്പെടുന്നു. ഇപ്പൊ രണ്ട് വാക്ക് ഓർത്തു വെക്കണം. പ്രൈസ് തിയറി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ നേരത്തെ പറഞ്ഞു, വില സിദ്ധാന്തം അല്ലെങ്കിൽ പ്രൈസ് തിയറി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മറ്റൊരു പേരാ. ഇവിടെ പൊതു സിദ്ധാന്തം അല്ലെങ്കിൽ ഇൻകം തിയറി എന്നറിയപ്പെടുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മറ്റൊരു പേരാ എന്താണ്? മൈക്രോ എക്കണോമിക്സ് എന്നാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഇനി അതിൽ NCERT സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി ബോക്സിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ് അങ്ങോട്ട് പറഞ്ഞു തരുവാണ്. മാക്രോസ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എന്തുണ്ടായത്? മാക്രോ ഉണ്ടായത്. മാക്രോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ലാർജ് അല്ലെങ്കിൽ വലുത് എന്നാണ്. അപ്പം വലുത് എന്നർത്ഥമുള്ള ഗ്രീക്ക് പദമായ മാക്രോസിൽ നിന്നാണ് എന്തോ ഉണ്ടായത്? മാക്രോ എക്കണോമിക്സ് ഉണ്ടായത്. ദെൻ മൈക്രോസ് എന്ന് പറഞ്ഞാൽ അതും ഗ്രീക്ക് വാക്കാണ്. സ്മാള്, ചെറുത് എന്നർത്ഥമുള്ള മൈക്രോസ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? മൈക്രോ എക്കണോമിക്സ് ഉണ്ടാവുന്നത്. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി തന്നെ ഓർത്തു വെക്കണം. അടുത്തത് 1929 നിങ്ങൾ മത്സര പരീക്ഷയിൽ ഡീറ്റെയിൽ ആയിട്ട് PYQ ആയിട്ട് പഠിക്കുന്നതാണ്. യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും ഉൽപാദനത്തിലും, ആ രാജ്യത്തെ പ്രൊഡക്ഷനിലും ആ രാജ്യത്തെ തൊഴിലിലും ഗണ്യമായി കുറയുന്നതിന് കാരണമായ ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ മഹാമാന്ദ്യം ഉണ്ടായത് 1929. ഈ 1929 വരെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരായ ആദ്യകാല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ പറ്റി പറഞ്ഞല്ലോ, ക്ലാസിക്കൽ എക്കണോമിക്സ്. അവർ വിചാരിച്ചത് മാർക്കറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും? അങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും എന്ന് അവർ കരുതിയത്. അവർ വിശ്വസിച്ചത് അങ്ങനെയാണ്. പക്ഷെ 1929 ഗ്രേറ്റ് ഡിപ്രഷന്റെ ഫലമായിട്ട് ഈ പറഞ്ഞ മഹാമാന്ദ്യം ഉണ്ടായി. യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും അവിടുത്തെ പ്രൊഡക്ഷനിൽ കുറവ് സംഭവിച്ചു, അവിടുത്തെ എംപ്ലോയ്മെന്റിൽ കുറവ് സംഭവിച്ചു. ഇത് സോൾവ് ആയില്ല. ഇത് സോൾവ് ആകാതിരുന്ന സമയത്താണ് എക്കണോമിക്സിൽ പുതിയൊരു ബ്രാഞ്ച് പഠിക്കണം. അങ്ങനെയാണ് ഈ പറയുന്ന മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന രണ്ട് തലത്തിലേക്ക് സാമ്പത്തിക വിദഗ്ധർ പോകുന്നത്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. 1929. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ NCERT ചാപ്റ്ററിലെ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നാഷണൽ ഇൻകം എന്നറിയപ്പെടുന്ന ഏരിയ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഈ പറയുന്ന പ്രധാനപ്പെട്ട സെക്ടേഴ്സ് എന്നറിയപ്പെടുന്ന ഏരിയ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ കണ്ടന്റിലേക്ക് പോവാം. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യകാലത്ത് ഇപ്പോൾ ഇന്ത്യ എക്സാമ്പിൾ എടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീടിനെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ വേറെ ആരെയും
ഡിപ്പെൻഡ് ചെയ്യുന്നേയില്ല. ഈ പറയുന്ന നമ്മുടെ വീടിൻ്റെ വടിക്കേലയോ തെക്കേലയോ കിഴക്കേലയോ പടിഞ്ഞാറ്റേലയോ, ഞങ്ങളുടെയൊക്കെ നാട്ടിൻ പ്രദേശത്ത് അങ്ങനെ പറയുന്നത്, തൊട്ട് വീട്ടിൽ അയലത്തുള്ള ആളുകളെ ഒന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ എന്ത് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും, അത് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആയിക്കോട്ടെ, സാധനങ്ങൾ വാങ്ങിക്കുന്ന ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ആരുമായിട്ടും വ്യാപാരത്തിൽ ഏർപ്പെടുന്നില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നു എന്നിരിക്കട്ടെ, ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്നു. ഒരു രാജ്യങ്ങളുമായിട്ടും വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടത്തില്ല. ആ രാജ്യങ്ങളെ അറിയപ്പെടുന്ന പേരാണ് അടഞ്ഞ സമ്പദ് വ്യവസ്ഥ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയും. ആദ്യകാലത്ത് ഇങ്ങനെ കുറച്ച് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യകാലത്ത്, തുടക്ക സമയത്ത് എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ്, ആ രാജ്യങ്ങളെ അറിയപ്പെടുന്ന പേരാണ് അടഞ്ഞ സമ്പദ് വ്യവസ്ഥ, അല്ലെങ്കിൽ എന്ത്, ക്ലോസ്ഡ് എക്കോണമി. വേറെ ഒന്നുമില്ല. മറ്റൊരു രാജ്യങ്ങളുമായിട്ടും വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാത്ത രാജ്യങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ക്ലോസ്ഡ് എക്കോണമി. അത് ക്ലോസ്ഡാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ എന്തില്ല, എക്സ്പോർട്ടും ഇല്ല, ഇമ്പോർട്ടും ഇല്ല. ഇതാണ് ലോജിക്ക് ഇതാണ്. ദെൻ ഓപ്പോസിറ്റ്, മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഓപ്പൺ എക്കോണമി. ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്, എക്സ്പോർട്ടും ഉണ്ട്, ഇമ്പോർട്ടും ഉണ്ട്. സാധനങ്ങൾ കയറ്റുമതിയും ചെയ്യുന്നുണ്ട്, ഇറക്കുമതിയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചു. അപ്പോൾ ഈ ക്ലോസ്ഡ് എക്കോണമി എന്താണ്, ഓപ്പൺ എക്കോണമി എന്താണെന്ന് പറഞ്ഞല്ലോ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നേ. ഇനി ഈ ഒരു ബേസ് മനസ്സിലുണ്ടാക്കിയിട്ട് വേണം ഇനി ഈ പറയുന്ന കണ്ടന്റുകൾ പഠിക്കേണ്ടത്. ഒരു എക്കോണമിയിൽ 2 സെക്ടർ മാത്രമേ ഉള്ളൂ, 2 മേഖലകൾ മാത്രമേ ഉള്ളെങ്കിൽ ആ രാജ്യങ്ങളെ അറിയപ്പെടുന്ന പേരാണ് 2 സെക്ടർ മോഡൽ എക്കോണമി. പഠിക്കാൻ ഈസിയാണ്. ഒരു രാജ്യത്തെ NCERT-യിൽ ഓരോ ചാപ്റ്ററും അങ്ങോട്ട് പറഞ്ഞു തരുക. ഒരു രാജ്യത്തെ 2 സെക്ടറേ ഉള്ളെന്നേ. ആ 2 സെക്ടറേ ഉള്ളെങ്കിൽ ആ രാജ്യങ്ങളെ അറിയപ്പെടുന്നവർ 2 സെക്ടർ മോഡൽ എക്കോണമിയാണ്. ആ രാജ്യങ്ങളിൽ ഉള്ള മേഖലകൾ, ഒന്ന് ഉൽപാദന മേഖല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖലയുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഫേംസ് എന്ന് പറയും. ഫേംസ്, FIRMS, ഫേംസ്. ഇനി ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരല്ലോ. നമ്മുടെ വീട്ടിൽ ഒരു സാധനം ഉൽപ്പാദിപ്പിച്ചു, അത് നമ്മൾ മാത്രമാണോ ഉപയോഗിക്കുന്നത്? അല്ല, നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവർക്കും കൊടുക്കും. അപ്പൊ അത് മേടിക്കാൻ നിൽക്കുന്ന ആളുകളെ അറിയപ്പെടുന്ന പേരാ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഗാർഹിക മേഖല. അപ്പൊ ഈ 2 പേര് മാത്രം, ഈ 2 സെക്ടർ മാത്രമുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ എക്കോണമിയെ അറിയപ്പെടുന്ന പേരാണ് 2 സെക്ടർ മോഡൽ എക്കോണമി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആദ്യകാലത്ത് ഈ പറയുന്ന 2 മേഖലകൾ മാത്രമേ ഉള്ളായിരുന്നു. ഒന്ന് ഉൽപാദന മേഖല, മറ്റൊന്ന് ഗാർഹിക മേഖല. ഇപ്പൊ ഗാർഹിക മേഖല എന്ന് പറയുമ്പം, ഞാൻ ഗാർഹിക മേഖല ഹൗസ് ഹോൾഡാണ്. ഇപ്പൊ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ സഹോദരങ്ങൾ, ഈ ക്ലാസ് കാണുന്ന നിങ്ങളിൽ ഓരോരുത്തരും ഹൗസ് ഹോൾഡാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആരുണ്ടാക്കി തരുന്നു? ഫേംസ്, ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾ, മീൻസ് ഉൽപാദന മേഖല ഉൽപ്പാദിപ്പിച്ചു തരുന്നു. 2 സെക്ടർ. ഇനി ഈ പറയുന്ന ഹൗസ് ഹോൾഡായ നമ്മളെ, ഗാർഹിക മേഖലയിലുള്ള ഓരോ നമ്മളെയും, ഉൽപാദന മേഖലയിലുള്ള ഓരോ വ്യവസായശാലയും, ഈ പറയുന്ന നിർമ്മാണ യൂണിറ്റുകളെയും നിയന്ത്രിക്കാൻ ആര് വരും? ഗവൺമെന്റ് വരും. എങ്കിൽ എത്ര സെക്ടറായി? 3 സെക്ടറായി. അതിനെ അറിയപ്പെടുന്ന പേര് 3 സെക്ടർ മോഡൽ എക്കോണമി. 3 സെക്ടർ മോഡൽ എക്കോണമി. അപ്പൊ അവിടെ ആരൊക്കെയുണ്ട്? ഈ പറയുന്ന ഉൽപാദന മേഖല ഫേംസ് ഉണ്ട്, ഗാർഹിക മേഖല ഹൗസ് ഹോൾഡ് ഉണ്ട്, മൂന്നാമത്തത് ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ടാക്സും ഉണ്ട്. ഗവൺമെന്റ് ഒരു രാജ്യത്തുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ടാക്സും ഉണ്ട്. അപ്പൊ ടാക്സിനെ 2ആയി തരംതിരിക്കുന്നു, ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. നമ്മൾ പഠിക്കുന്നതാ. ഇതൊക്കെയാണ് ബേസ്. ഈ ബേസ് ഉണ്ടെങ്കിൽ ഈസിയാണ്. നിങ്ങൾ എക്കണോമിക്സിൽ എത്ര മാർക്ക് ഉണ്ടോ അത്രയും മാർക്ക് ഞാൻ ഗ്യാരണ്ടി ചെയ്യുക. ഈ ക്ലാസ് മാത്രം റിവൈസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് വേണം. എല്ലാ ക്ലാസ്സും കണ്ടിട്ട് പറഞ്ഞൊരു കാര്യമില്ല. നിങ്ങൾ തന്നെ സെൽഫായിട്ട് എന്ത് ചെയ്യണം? അതൊന്ന് വർക്ക് ചെയ്യണം. അപ്പൊ 3 സെക്ടർ പറഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, ഗവൺമെന്റ് ഉണ്ടെങ്കിൽ എന്തുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? ടാക്സും ഉണ്ട്. ഇനി നോക്കൂ, ഈ രാജ്യത്തെ ഇപ്പൊ എനിക്ക് ഫോൺ ആവശ്യമുണ്ട്, എനിക്ക് വാച്ച് ആവശ്യമുണ്ട്, എനിക്ക് ഹെഡ്സെറ്റ് ആവശ്യമുണ്ട്, എനിക്ക് പഠിക്കാൻ ഏറ്റവും നൂതനമായിട്ടുള്ള ഈ പറഞ്ഞ ലാപ്ടോപ്പ് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങളില്ലയോ? ഈ പറയുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സാധനങ്ങൾ ഈ രാജ്യത്ത് തന്നെ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യുവാണോ? അല്ല. ചില സാധനങ്ങൾ അതെന്ന് വെച്ചാൽ മെജോറിറ്റി സാധനങ്ങൾ എന്ത് ചെയ്യാം? വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരാം. ശരിയാണല്ലോ. അത് ഫാർമസ്യൂട്ടിക്കൽ ആകട്ടെ, ഈ പറയുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാം. അപ്പം നാലാമത് വീണ്ടും ഒരു സെക്ടർ കൂടിയാവും. അപ്പൊ ഒന്നാമത്തത്
ഫേംസ്, ഇവിടെ ഉൽപ്പാദിപ്പിച്ച ഉൽപാദന മേഖല. രണ്ടാമത്തത് ഗാർഹിക മേഖല എന്നറിയപ്പെടുന്ന ഹൗസ് ഹോൾഡ്. മൂന്നാമത്തത് ഗവൺമെന്റ്. നാലാമത്തത് അന്തർദേശീയ മേഖല, അല്ലെങ്കിൽ നമ്മൾ പറയും എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയും. എക്സ്റ്റേണൽ സെക്ടർ എന്ന് വെച്ചാൽ ഈ പറയുന്ന കയറ്റുമതിയും ഇറക്കുമതിയും. ഈ 4 മേഖലയും ഉൾപ്പെടുന്ന ഒരു രാജ്യം കോമൺ ആയി അറിയപ്പെടുന്ന പേരാണ് ഓപ്പൺ എക്കോണമി. അപ്പോൾ ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളുണ്ട്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉൽപാദന യൂണിറ്റുകളുണ്ട്. അവിടെ നമ്മളെ നിയന്ത്രിക്കാനും ഈ ഉൽപാദന യൂണിറ്റുകളെ നിയന്ത്രിക്കാനും ഗവൺമെന്റ് ഉണ്ട്. ഇനി ഈ ഗവൺമെന്റിനോ നമുക്കോ എന്തെങ്കിലും ആവശ്യം വിദേശ രാജ്യങ്ങളിലെ സാധനങ്ങൾ വേണം, ഇപ്പം വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് മെഡിസിൻ അല്ലെങ്കിൽ വേറെ എന്തും ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സ്, ഈ മെഷീനറി ഇതൊക്കെ മേടിക്കണമെങ്കിൽ ഈ രാജ്യത്തില്ല, ഇനി നമ്മൾ എന്ത് ചെയ്യും? വിദേശ രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യും. നമ്മുടെ രാജ്യത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് എന്ത് ചെയ്യും? എക്സ്പോർട്ട് ചെയ്യും. ഇതാണ് ലോജിക്ക്. ഈ അന്തർദേശീയ മേഖലകൾ ഉണ്ടെങ്കിൽ 4 സെക്ടർ ആവും. അങ്ങനെ ഒരു രാജ്യത്ത് 4 സെക്ടർ ഉള്ള രാജ്യങ്ങളെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേര് 4 സെക്ടർ മോഡൽ എക്കോണമി എന്ന. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്, നമുക്ക് NCERTയിലെ ഫസ്റ്റ് ചാപ്റ്റർ ക്ലിയർ ആവും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അടഞ്ഞ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളുമായി വ്യാപാരത്തിൽ ഏർപ്പെടാത്ത രാജ്യങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ക്ലോസ്ഡ് എക്കോണമി അല്ലെങ്കിൽ അടഞ്ഞ സമ്പദ് വ്യവസ്ഥ. അപ്പൊ അവിടെ എന്തില്ലെന്ന് അതിനർത്ഥം? അവിടെ ഈ പറയുന്ന അന്തർദേശീയ മേഖലയില്ല എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടും ഇല്ല, ഇമ്പോർട്ടും ഇല്ല. എക്സ്പോർട്ടിനെ നമ്മൾ എക്സ് എന്ന് പറയും, ഇമ്പോർട്ടിനെ നമ്മൾ എം എന്ന് പറയും. എക്സ്പോർട്ടും ഇല്ല, ഇമ്പോർട്ടും ഇല്ല. ക്ലിയർ ആണ്. അടുത്തത് തുറന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളുമായി, ഇപ്പൊ നോക്കൂ, ഇന്ത്യ ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയാണ്, അമേരിക്ക ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടുന്നു. ആ രാജ്യങ്ങളെ അറിയപ്പെടുന്ന ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയാണ്. അപ്പൊ അവിടെ ആരൊക്കെയുണ്ട്? ഈ പറയുന്ന ഫേംസ് ഉണ്ട്, ഹൗസ് ഹോൾഡ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഇല്ലെങ്കിൽ അടഞ്ഞ സമ്പദ് വ്യവസ്ഥ, എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉണ്ടെങ്കിൽ തുറന്ന സമ്പദ് വ്യവസ്ഥ. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന അടുത്ത ഒരു ന്യൂജൻ ചോദ്യം പറയും. ന്യൂജൻ ചോദ്യങ്ങൾ അറിയാമല്ലോ, എക്കണോമിക്സിലായിക്കോട്ടെ ഏത് സബ്ജക്റ്റിലായിക്കോട്ടെ പുതിയ പ്രസ്താവന ചോദ്യങ്ങളെയാണ് നമ്മൾ കോമൺ ആയിട്ട് ന്യൂജൻ എന്ന് പറയുന്നത്. അപ്പൊ താഴെ പറയുന്നവയിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അപ്പൊ നമുക്കറിയാം സമ്പദ് വ്യവസ്ഥകളെ പ്രധാനമായും 4ആയിട്ടാണ് തരംതിരിക്കുന്നത്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നമ്മൾ വായിക്കുന്ന എല്ലാ മെറ്റീരിയൽസിലും 3ആയിട്ടെന്നാ. പക്ഷേ ഒരു PG നിലവാരത്തിലുള്ള ടെക്സ്റ്റ് ഒക്കെ റെഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് 4ആയിട്ടാണ്. ഈ 4ന്റെ കണ്ടന്റ് പറഞ്ഞുതരാം. പ്രധാനമായിട്ട് നമ്മുടെ PSCക്ക് വേണ്ട ആൻസർ കീയിലേക്ക് ആദ്യം പോകും. സമ്പദ് വ്യവസ്ഥകളെ പ്രധാനമായിട്ട് 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, ഒന്ന് നോട്ട് ചെയ്തേക്കണം, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പൊ താഴെ പറയുന്നവയിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളിൽ പെടാത്തതേത് എന്നാണ് ചോദ്യം. ലോജിക്കിലേക്ക് വരാം. അപ്പൊ മുതലാളി എന്ന് വെച്ചാൽ എന്തോ? നിങ്ങൾ തന്നെ പറ. നമ്മൾ പഞ്ചാബി ഹൗസ് ഒക്കെ പറയുമ്പം മുതലാളി ജംഗ ജഗ ജഗ എന്ന് പറയത്തില്ലയോ? എന്തോ മുതലാളി എന്ന് പറഞ്ഞാൽ? എന്ന് വെച്ചാൽ മുതലാളിയുടെ കയ്യിൽ എന്തുണ്ട്? ക്യാഷ് ഉണ്ട്. ഇതാണ് സംഭവം. എന്ന് വെച്ചാൽ ഉൽപാദന ഉപാധികൾ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുതകൾ, സാമഗ്രികൾ, അത് സ്വകാര്യ ഉടമസ്ഥതയുള്ള സമ്പദ് വ്യവസ്ഥകളെ അറിയപ്പെടുന്ന പേരാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. എന്ന് വെച്ചാൽ വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, അവിടെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും അത് വിതരണം ചെയ്യുന്നതും എല്ലാം ആരായിരിക്കും? സ്വകാര്യ ഉടമസ്ഥതയിലായിരിക്കും. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, അയ്യോ അവിടെ ഗവൺമെന്റ് ഇല്ലയോ? ഗവൺമെന്റ് ഉണ്ട്. ഗവൺമെന്റ് എന്തിൽ ഇടപെടത്തില്ല? ഈ പറയുന്ന ഉൽപാദന ഉപാധികൾ മാർക്കറ്റിൽ ഇടപെടത്തില്ല. പൂർണ്ണമായി ഇടപെടത്തില്ലെന്നല്ല പറഞ്ഞേക്കുന്നത്, ഭാഗികമായിട്ട് ഇടപെടും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളിൽ പെടാത്തത് എന്നല്ലയോ പറഞ്ഞേ? അപ്പൊ നിങ്ങൾ തന്നെ പറ, മുതലാളിമാർ എന്ത് ചെയ്യുന്നു? ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥത. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാ, സവിശേഷതയാ. ലാഭമാണ് പ്രധാന ലക്ഷ്യം ഏത് മുതലാളിയുടെയും. അത് നിങ്ങളൊരു മുതലാളിയാണെന്നിരിക്കട്ടെ, നിങ്ങളൊരു മുതലാളിയാണ് എങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്തുവാ? ആളുകൾക്ക് സേവനം കൊടുക്കുക എന്നുള്ളതാണോ? അല്ല, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലാഭമാണ്. അപ്പൊ നിങ്ങളുടെ ഈ പറഞ്ഞ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സവിശേഷതയാ. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ USA, അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. ശരിയാണ്, അമേരിക്ക ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. നമ്മൾ എല്ലാ സിനിമകളിലും പറയുന്നില്ലേ, മുതലാളിത്തം തുലയട്ടെ. അപ്പൊ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് അമേരിക്ക. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്, രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്, മൂന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. അപ്പൊ ഈ 3 ഓപ്ഷൻ ശരിയായതുകൊണ്ട് തന്നെ 4ാമത്തെ തെറ്റായിരിക്കും എന്ന് കരുതരുത്. അതുകൂടെ ഒന്ന് വായിക്കുന്നതിൽ തെറ്റില്ലല്ലോ.
കാൾ മാർക്സ് ആണ് ഈ സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. തെറ്റ്. കാൾ മാർക്സ് അല്ല, ആഡം സ്മിത്ത് ആണ് ഈ പറഞ്ഞ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഞാൻ ഒരു കാര്യം കൂടെ ആവർത്തിക്കുന്നു, PSC മത്സര പരീക്ഷയിൽ വാല്യൂ ചെയ്യുന്നതാണ് ഞാൻ ഈ പറയുന്നത്. എന്ത്? ആഡം സ്മിത്ത് ഈ പറഞ്ഞ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവായിട്ടാണ് PSC ആൻസർ കീ കൊടുക്കാറുള്ളത്. പക്ഷേ PG നിലവാരത്തിൽ ഇക്കണോമിക്സ് ഒക്കെ മെയിൻ എടുക്കുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് ഈ പറയുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇന്ന ആളിനെ പിതാവായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഉപജ്ഞാതാവായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അദ്ദേഹം ഈ പറയുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ആശയങ്ങൾക്ക് പ്രചാരം നൽകിയെന്ന് മാത്രമാണ് അവർ പറയുന്നത്. പക്ഷേ PSC കൊടുത്തേക്കുന്ന ആൻസർ കീ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, കാൾ മാർക്സ് ഈ പറയുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവല്ല, ആഡം സ്മിത്ത് ആണ് എന്ത്? ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. അപ്പൊ ഈ പറയുന്ന ഓപ്ഷൻ ഡി തെറ്റില്ലയോ? ഏതൊക്കെയാ ശരി? ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥകളെ അറിയപ്പെടുന്ന പേര് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നാണ്. ലാഭമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അമേരിക്ക ഇതൊരു ഉദാഹരണം. അമേരിക്കയുടെ ഒപ്പം UK, യുണൈറ്റഡ് കിങ്ഡം എന്നറിയപ്പെടുന്ന UK, കാനഡ എന്നിവയൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഈ പറഞ്ഞ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCERTയിലെ ഒരു ചാപ്റ്റർ നമ്മൾ തീർക്കാൻ പോവാം. രണ്ടാമത്തത് ഓപ്ഷൻ ഉത്തരം ഡി ആണല്ലോ. ഇനി മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ 4 പോയിന്റ് അങ്ങ് ഓർത്തു വെച്ചാൽ മതി. ഒന്ന്, ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവായി പരിഗണിക്കപ്പെടുന്നത് ആരെയാണ്? അത് ആഡം സ്മിത്ത് ആണ്. ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണം പറയുവാണെങ്കിൽ USA എന്നറിയപ്പെടുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, UK എന്നറിയപ്പെടുന്ന യുണൈറ്റഡ് കിങ്ഡം, ചരിത്രരേഖകളിൽ സീമ എന്നറിയപ്പെട്ട രാജ്യമല്ലേ ഇംഗ്ലണ്ട്, ആ പഴയ ഇംഗ്ലണ്ടല്ലേ ഇപ്പോഴത്തെ UK, ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. കാനഡ, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. ഗവൺമെന്റിന്റെ നാമമാത്രമായി ഇടപെടൽ എവിടെ ഉണ്ട്? ഈ പറഞ്ഞ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലുണ്ട്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞ അമേരിക്ക നമ്മൾ പറയുന്നു, അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന ആരാണ്? അത് ഡൊണാൾഡ് ട്രംപ് ആണ്. നമുക്ക് നേരത്തെ അറിയാം, ഈ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിന്റെ നാമമാത്രമായ ഇടപെടൽ മാത്രമാണ് എവിടെ ഉള്ളത്? ഈ പറയുന്ന ഉൽപാദന ഉപാധികളുള്ളത്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, ഈ പറയുന്ന എല്ലാം നിയന്ത്രിക്കുന്നത് സ്വകാര്യ വ്യക്തികളാണോ? പറയുന്നല്ലോ, ആ രാജ്യത്തിന്റെ പരമപ്രധാനമായ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ആര് തന്നെ? ഈ പറഞ്ഞ ഗവൺമെന്റ് തന്നെയാണ്. അവിടെ മാറ്റമില്ല. പക്ഷേ ഈ പറയുന്ന ഉൽപാദന ഉപാധികൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. രണ്ടാമത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആദ്യകാലത്ത് ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും കമ്മ്യൂണിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും രണ്ടായിരുന്നു. ആദ്യകാലത്ത് രണ്ടായിരുന്നു വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ഭരണം നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥകളെ അറിയപ്പെടുന്ന പേരാണ് കമ്മ്യൂണിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളെ അറിയപ്പെടുന്ന പേര് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നുമാണ്. പിന്നീട് ഈ കമ്മ്യൂണിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്തിലേക്ക് ലോപിക്കുക? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഉൽപാദന ഉപാധികൾ ആര് നിയന്ത്രിക്കുന്നു? ഗവൺമെന്റ് നിയന്ത്രിക്കുകയാണെങ്കിൽ ആ രാജ്യങ്ങളെ അറിയപ്പെടുന്ന പേരാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഉദാഹരണം പറയും, ക്യൂബ സോഷ്യലിസ്റ്റ് രാജ്യത്തിന് ഉദാഹരണമാണ്. ചൈന സോഷ്യലിസ്റ്റ് രാജ്യമാണ്. USSR എന്നറിയപ്പെടുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ല, സോവിയറ്റ് യൂണിയൻ എന്നറിയപ്പെടുന്ന USSR, ഇപ്പം നിലവിൽ നമ്മൾ പറയും റഷ്യ എന്നറിയപ്പെടുന്ന രാജ്യമൊക്കെ ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. ഇപ്പോഴും നമ്മൾ പറയുന്നത് പഠിക്കുന്നത് ടെക്സ്റ്റിലും NCERTയിലും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളും പഠിക്കേണ്ടത് തന്നെ ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യമാണല്ലോ ക്യൂബ. ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഈ പറഞ്ഞ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ക്ഷേമമാണ് ലക്ഷ്യം. ജനങ്ങളുടെ ക്ഷേമമാണ്. അപ്പം ലാഭം പ്രധാന ലക്ഷ്യം ആർക്കാ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവാണ് ആര്? കാൾ മാർക്സ്. ഒന്ന് പഠിച്ചു വെച്ചേക്കണം, കാൾ മാർക്സ് ആണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഉദാഹരണം. എക്സാമ്പിൾ പറയുമ്പോൾ ഈ പറഞ്ഞ ക്യൂബ വരും, ചൈന വരും, USSR അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയൻ, അപ്പോൾ ഇപ്പോഴത്തെ റഷ്യ. അത് ഓർത്തു വെക്കണം. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ലോകത്തിൽ ആദ്യമായി നിലവിൽ വന്ന രാജ്യത്തിന്റെ പേര് അത് USSR എന്നറിയപ്പെടുന്ന റഷ്യയാണ്. അത് ഓർത്തു വെക്കണം. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഇത് ഡിഗ്രി മത്സര പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. NCERTയിലെ പ്രധാനപ്പെട്ട കണ്ടന്റാണ്. നോക്കൂ, ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മാർക്കറ്റ് എക്കോണമി. വേറെ ഒന്നുമില്ല. അവിടെ എല്ലാം നിയന്ത്രിക്കുന്ന ആരാണ്? മാർക്കറ്റാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേര് മാർക്കറ്റ് എക്കോണമി എന്നാണ്. ഇനി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ്
കമാൻഡ് എക്കോണമി. ഒന്ന് നോട്ട് ചെയ്തേക്കണം. സോഷ്യലിസ്റ്റ് NCERTയിലെ പ്യുവർ കണ്ടന്റ് അങ്ങോട്ട് പറഞ്ഞു തരികയാണ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേര് കമാൻഡ് എക്കോണമി എന്നാണ്. ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെ കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്ന പേരെന്തൊക്കെയാ? കമാൻഡ് എക്കോണമി എന്നറിയപ്പെടുന്നു. കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. ഇനി മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ മിക്സറ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സവിശേഷതകൾ സമ്മിശ്രമായ രാജ്യങ്ങളെ അല്ലെങ്കിൽ എക്കോണമികളെ അറിയപ്പെടുന്ന പേരാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് എക്കോണമി. ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്ന മിക്സഡ് എക്കോണമിക്ക് ഉദാഹരണമാണ്. നമ്മൾ പഠിക്കുമ്പം ക്യാപിറ്റലിസ്റ്റ് എന്നറിയപ്പെടുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളുണ്ട്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളും ആർക്കുണ്ട്? ഈ പറഞ്ഞ ഇന്ത്യയിലുണ്ട്. ഇതിന് ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. ഉദാഹരണം ഇന്ത്യയാണ്. ഇപ്പൊ പാകിസ്ഥാൻ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്, ശ്രീലങ്ക മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഇന്ത്യയാണ് കോമൺ ആയിട്ട് ഏത് മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണം. മറക്കരുത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് SCERTയിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിച്ച സമയത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത താഴെ പറയുന്നത് ഏതാ എന്നാണ് ചോദ്യം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് പറയും? ഓപ്ഷനെ നോക്കിയേ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അങ്ങനെ ഒരു ഓപ്ഷൻ വേണോ? വേണ്ട. കാരണം എന്താ? ബ്രിട്ടീഷ് ഭരണകാലത്ത് മുതലാളിമാരാണോ ഇന്ത്യയെ കൺട്രോൾ ചെയ്തത്? അല്ല. അപ്പൊ ആൻസർ അതല്ല. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, ഇവിടെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയായിരുന്നോ? ജനങ്ങളുടെ ക്ഷേമമൊക്കെ ആയിരുന്നോ ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഭരണകാലത്ത് അവിടെ ലക്ഷ്യം? അപ്പൊ തെറ്റാണ്. കമ്മ്യൂണിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മറ്റൊരു പേരാണല്ലോ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അതുമല്ല. ആൻസർ ആയിട്ട് വരേണ്ടത് വ്യാവസായിക സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയെ ഒരു വ്യാവസായിക കേന്ദ്രമായിട്ട് അവർ കൺസിഡർ ചെയ്തത്. അവരുടെ അസംസ്കൃത വസ്തുക്കൾ, അവർക്ക് ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കൾ ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടുന്ന് തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി, എന്ന് വെച്ചാൽ അന്ത്യ ഉൽപ്പന്നമാക്കി ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യും? ആ മറ്റു രാജ്യത്തെ കയറ്റുമതി ചെയ്യും. എന്നിട്ട് ഇവിടെ തന്നെ എന്ത് ചെയ്യും? കച്ചവടമാക്കും. ഈ ഒരു സിസ്റ്റം ആയിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. അപ്പൊ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ്? ഉത്തരം വ്യാവസായിക സമ്പദ് വ്യവസ്ഥ എന്നാണ്. ഈ ക്ലാസ് മാത്രം ഒന്ന് കണ്ടാൽ പോരാ. ഇന്ന് പ്രധാനപ്പെട്ട ഇതിന്റെ PDF നോട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ആവർത്തിക്കുന്നു, ഇതിന്റെ എക്സാം രാത്രി 9 മണിക്ക്. ഇതിന് മാത്രമല്ല, നമ്മൾ ഇന്ന് വർക്കൗട്ട് ബാച്ചിൽ എന്തൊക്കെ മെറ്റീരിയൽ, എന്തൊക്കെ ക്ലാസ് നിങ്ങൾക്ക് തരുന്നോ അതെല്ലാം ഇന്ന് റിവൈസ് ചെയ്യണം. രാത്രി 9 മണിക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. ഇതാണ് വർക്കൗട്ട് ബാച്ച്. അപ്പോൾ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നേരത്തെ പറഞ്ഞല്ലോ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരെ 2025 വരെ കേരള PSC മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച പ്രധാനപ്പെട്ട എക്കണോമിക്സിലെ മുഴുവൻ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യനും ഇന്ന് വർക്കൗട്ട് ബാച്ചിൽ ഇഷ്യൂ ചെയ്യും. അത് പ്രിന്റ് എടുത്ത് പഠിക്കുവാണെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾ സെൽഫായിട്ട് നോട്ട് എഴുതി പഠിക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.